ഹലോ ഹായ് മലയാളം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് പ്രശസ്ത ബാലസാഹിത്യകാരൻ ശ്രീ ഹരീഷ് ആർ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയാലോ? നമസ്കാരം സാർ, മലയാളം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. സാർ ഇന്ന് നമുക്കൊരു ഇൻ്റർവ്യൂ തന്നതിൽ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ അധികം ആരും സാറിൻ്റെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ലെന്നാണ് അറിവ് ലഭിച്ചത്. പിന്നെ ഞാൻ ചോദിച്ചുകൊണ്ട് നിരസിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും വളരെ സന്തോഷം. ഒരുപാട് ആൾക്കാർക്ക് സാറിനെ കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. കുട്ടികൾക്ക് ഇപ്പൊ എന്റെ മക്കളാണെങ്കിൽ പോലും അന്ന് ഒരു ചിത്രം വരച്ചതൊക്കെ ഞാൻ കാണിച്ചല്ലോ. കുട്ടികളുടെയൊക്കെ മനസ്സിൽ ഭയങ്കര ഒരു ആരാധ്യമായിട്ടുള്ള ആളാണ് സാറ്. സാറിനെ കുറിച്ച് സാറിന്റെ ഒരു ആരാധകർക്ക് അറിയാൻ വേണ്ടി വളരെ താല്പര്യമുണ്ട്. സാറിന്റെ കുട്ടിക്കാലവും വിദ്യാഭ്യാസ കാലഘട്ടങ്ങളും ഒക്കെ ഒന്ന് സംസാരിക്കും. എൻ്റെ വീട് കാക്കൂരാണ്. എറണാകുളം ജില്ലയിലെ കൂത്താട്ടോളത്തിനടുത്തുള്ള കാളവയലിന്റെ ഗ്രാമം എന്നറിയപ്പെടുന്ന കാക്കൂര്. ഇവിടെ തോടും പാടവും അമ്പലങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു തനി നാട്ടുമ്പുറമാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. തറവാട്ടിൽ തന്നെ കസിൻസ് ആയിട്ടുണ്ട്. അതുകൂടാതെ അപ്പോൾ നമുക്ക് ഓണക്കാലത്താണെങ്കിൽ പറയുകയാണെങ്കിൽ പൂ പറിക്കാനാണെങ്കിലും പൂവിടാനാണെങ്കിലും നാടൻ കളികൾ കളിക്കാനാണെങ്കിലും ഒക്കെ നമുക്കൊന്നിനും വേറെ ഒന്നും ചിന്തിക്കാൻ സമയമില്ല. എന്തെങ്കിലും കുസൃതികൾ കാണിക്കുക, ഓടിച്ചാടി നടക്കുക, കൂട്ടുകാരോടൊപ്പം കളിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻജോയ്മെൻറ്റിൻ്റെ കാലമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഫോണോ അല്ലെങ്കിൽ മറ്റ് ഗെയിമൊക്കെ വേണം. മറ്റത് അങ്ങനെയല്ല, പലതരം കളികളുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തറവാട്ടിലാണ്, കാഞ്ഞിരപ്പള്ളിവന തറവാട്ടിലായിരുന്നു. കൂട്ടുകുടുംബമായിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പം മുത്തശ്ശൻ, എനിക്ക് 5-6 വയസ്സ് വരെ മുത്തശ്ശൻ ഉണ്ടായിരുന്നു. പിന്നെ മുത്തശ്ശിയായിരുന്നു. മുത്തശ്ശൻ മരിച്ച പിന്നെ മുത്തശ്ശിയുണ്ട്, വല്യച്ഛന്മാർ, അവരുടെ മക്കള്, അങ്ങനെ ഒരു രീതിയിലാണ് വളർന്നത്. അപ്പോൾ ഓരോരുത്തരും കഥ പറഞ്ഞു തരാനൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെ എന്തെങ്കിലുമൊക്കെ ഈ കുട്ടികള് നാക്കുളുക്കുക എന്ന് പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരാൾ പറഞ്ഞു, നമുക്കൊരു മത്സരമാണ്. ഇപ്പോൾ തൃപ്പങ്ങോട്ടെ തൃപ്പടിയുമേൽ തണ്ടുരുളും തടിയുരുളും തടിയുമേ ചെറുമണി കുരുമുളക് ഉരുളും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ പറയാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞുണ്ണി മാഷ്ടെ കവിതകൾ. അപ്പൊ വളരെ സിമ്പിളായിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ 4 വരി കൊണ്ട് 4000 കാര്യങ്ങൾ പറയാനുള്ള കുഞ്ഞുണ്ണി മാഷ്. അപ്പൊ അദ്ദേഹത്തിനൊക്കെ അനുകരിച്ച് ഞാൻ കവിതകളൊക്കെ ഉണ്ടാക്കും. ഏട്ടന്മാരെ കളിയാക്കും. പക്ഷെ അവർ കളിയാക്കണ സ്നേഹത്തോടെ, അല്ലാതെ ഒരു മോശമായിട്ടല്ല. അപ്പൊ എനിക്കതിൽ മാറ്റം വരുത്താൻ തോന്നും. അങ്ങനെയാണ്. പിന്നെ ഞാനൊരു കുട്ടിക്കവി എന്നുള്ളതിനൊക്കെ കൂടുതൽ കഥാകൃത്തായിട്ട് മാറാനുള്ള ഒരു കാരണം എൻ്റെ അന്തരീക്ഷം തന്നെയാണ്. കാരണം ചെറുപ്പത്തില് ഭാഗവത സപ്താഹം, ഭാഗവത കഥകള്, അപ്പൊ ഭാഗവതം സംസ്കൃതത്തിൽ ഭാഗവതം വായിച്ചിട്ട് അതിന്റെ അർത്ഥം അതിന് കഥകളായിട്ട് മലയാളത്തിൽ നമുക്ക് പറഞ്ഞു തരും. കുട്ടികൾ ഈ വായന, അതിന് ഭക്തിഭാഗം കുട്ടികൾക്ക് അത്ര താല്പര്യമില്ല. ഈ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങളെല്ലാം പോയിരിക്കും. അപ്പൊ ഓരോ കഥകൾ പറയും. ഭാഗവതത്തില് കൃഷ്ണന്റെ കഥകൾ, ധ്രുവന്റെ കഥകൾ, ഇത് മുഴുവനും കേൾക്കും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ശരിക്കും അത് മനസ്സിരുത്തി കേൾക്കാറുണ്ട്. ഇപ്പൊ ചില കഥകൾ കേട്ടാൽ നമുക്ക് സങ്കടം വരുന്ന ഭാവമാണെങ്കിൽ നമുക്ക് അരച്ചിൽ വരും. ശരിക്കും ഉൾക്കൊണ്ടത് കേൾക്കാൻ പറ്റാറുണ്ട്. അത് വളരെ കാലം കേട്ടു. അപ്പൊ അത് എൻ്റെ മനസ്സിൽ ഈ കഥകളൊക്കെ, പുരാണ കഥകളൊക്കെ എഴുതാനുള്ള താല്പര്യം ഉണ്ടായി. പുരാണ കഥകൾ എഴുതാറുണ്ട്. പിന്നെ ഈ കുട്ടി കവിതകൾ, 4 വരി കവിതകളൊക്കെ എഴുതാറുണ്ട്. പിന്നെ കുറച്ചുകൂടി ഗൗരവമായിട്ട് എഴുതി തുടങ്ങി. പിന്നെ മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തു. അത് ബാലപംക്തിയിൽ വന്നു. പിന്നെ ചെറിയ മാഗസീനിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ പേരൊക്കെ അച്ചടിച്ച് വരുമ്പോൾ നമ്മുടെ കവിതയൊക്കെ കാണുമ്പോൾ താല്പര്യം ഉണ്ടാവും. അപ്പൊ അതിനേറ്റവും ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടുകാരനായ മുത്തലപുരം, അതായത് ഇളഞ്ഞി മുത്തലപുരം മോഹൻദാസ് സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ കവിത ഒരിക്കൽ അമ്മ എന്നെ വായിച്ചു കേൾപ്പിച്ചു. ഈ തൃപ്പൂണിത്തുറയിൽ നിന്ന് കൂത്താട്ടുകുളത്തേക്ക്, അല്ല പിറവത്തേക്ക് ബസ്സിന് വരുന്ന കാഴ്ചയാണ്. അപ്പൊ അദ്ദേഹം ബസ്സിന് വരുമ്പോൾ ബസ്സിലെ ഏറ്റവും കൂടുതൽ സ്റ്റാർ ശരിക്കും പറഞ്ഞാൽ കിളിയാണ്. നമ്മളിപ്പോ ആ കിളി എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കാറില്ല. നമ്മളെ കുട്ടിക്കാലത്ത് അറിയാം, ആ കിളി ആണ് അവിടുത്തെ രാജാവ്. എല്ലാവരും വല്യമ്മ കമ്പയിലൊന്ന് പിടിച്ച് അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങി. അപ്പൊ ആ ഒരു സംഭവം അദ്ദേഹം കവിതയായിട്ട് എഴുതി. അപ്പൊ അതില് തുടക്കം എങ്ങനെയാണ്, ആരക്കുന്നം പേപ്പതി കൂടി നേരെ പിറവം കേറിക്കോ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നി ഒരു കവിതയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ പിന്നീട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, പറഞ്ഞു അത് അദ്ദേഹം ഈ കിളി പറയുന്ന കാര്യങ്ങൾ മാത്രം ചേർത്ത് കിളിമൊഴികൾ എന്ന് പറഞ്ഞൊരു കവിതയാക്കി. അപ്പൊ അത് ശരിക്കും ഒരു ജീവിതമായിട്ട് ബന്ധമുണ്ട്. നമ്മൾ നേരിട്ട് കാണുന്ന കാര്യങ്ങൾ 4 വരി കവിതയായിട്ട് അങ്ങനെ എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും ചില കഥകളൊക്കെ അങ്ങനെ എഴുതാറുണ്ട്. ഇപ്പൊ തക്കാളി കല്യാണം, ഞാൻ ഒരിക്കലും കവിത എഴുതി. ഒരു തക്കാളിയുടെ കല്യാണം, പച്ചക്കറികൾ കല്യാണം കഴിക്കുകയാണ്. അപ്പൊ അതിലൊരു കഥയുണ്ട്, ഒരു കവിതയുണ്ട്. അപ്പൊ തക്കാളി പെണ്ണിനു കല്യാണം, ചെക്കനു ചുണ്ടൻ വഴുതനങ്ങ എന്ന് പറഞ്ഞ, അപ്പൊ അതൊരു താളമുണ്ട്. അപ്പൊ അത് ഞാൻ തൃശ്ശൂര് സമ്രാട്ട് ബുക്സിന് കൊടുത്തത് പറഞ്ഞു പുസ്തകമാക്കാം. അപ്പൊ അതെങ്ങനെ പ്രകാശനം ചെയ്യണം എന്ന് ചോദിച്ചു.
അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കത് ഒരു തക്കാളി മാർക്കറ്റിലായാലോ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോൾ തക്കാളിക്ക് വലിയ വിലയുള്ള സമയം. അപ്പൊ തക്കാളി എന്ന് പറഞ്ഞാൽ ഒരു 80 രൂപ, 90 രൂപ, 100 രൂപ വരെ ഉണ്ട്. ശരി, ഈ സമയത്ത് തന്നെ നടത്താം എന്ന് പറഞ്ഞ് തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിൽ വെച്ച് ഈ തക്കാളി പെട്ടിയുടെ ഇടയ്ക്ക് അടുത്ത് വെച്ച് ഈ പുസ്തകം പ്രകാശനം ചെയ്തു. അപ്പൊ അതെല്ലാവരും വളരെ രസമായിട്ട് തോന്നി. അതിന്റെ പുറം പേജാണെങ്കിലും വഴുതനങ്ങയും തക്കാളിയും കൂടി കല്യാണം കഴിച്ചുകൊണ്ട് നിൽക്കണ ഒരു പടവും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ കുട്ടികളുടെ മനസ്സിൽ കയറണമെങ്കിൽ അവർക്ക് പരിചിതമായ ബിംബങ്ങൾ വേണം. നമുക്ക് തക്കാളിയും വഴുതനങ്ങയും അറിയാത്ത ആൾക്കാരില്ല. അല്ലെ ഇപ്പൊ കാട്ടിലെ ആണെങ്കിൽ ആനയായാലും മുയലായാലും ദിനോസറിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പൊ ഞാൻ വേറൊരു പുസ്തകം പ്രകാശനം ചെയ്ത് ആനയുടെ എടുത്തു വെച്ച, വേറെ ഒന്ന് പൂച്ചകളുടെ എടുത്തു വെച്ച. അപ്പൊ അതൊരു ചാനലിൽ വന്നപ്പോ അതിൽ അവതാരകൻ പറഞ്ഞു, ദിനോസറിനെ കുറിച്ച് കഥ എഴുതാത്ത നന്നായി, ഇനിയിപ്പോ ദിനോസറിനെ കൊണ്ട് പ്രകാശനം ചെയ്യിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കത് പറ്റുമെങ്കിൽ നമ്മൾ അതും ചെയ്യാം. അത് എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക്, എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു ജീവിയായിരുന്നു പൂച്ച. പക്ഷെ പൂച്ചയെ പറ്റി കുറ്റപ്പെടുത്തി കഥയോ കവിത എഴുതിയ ഒരുപാട് ശത്രുക്കളുണ്ടാവും. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം പൂച്ച. ഞാനൊരു പൂച്ചയെ ഒരു സ്ത്രീ കഴുത്തി പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ദിവസവും കഥകള് എഴുതി ശബ്ദത്തില് എന്റെ ശബ്ദത്തിൽ തന്നെ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടി പിറ്റേ ദിവസം തന്നെ എനിക്ക് മെസ്സേജ് ഇട്ടു. അപ്പൊ പുള്ളി എന്നെ ഹരിയമ്മാവ വിളിക്കുന്നത്, എന്തിനാ പൂച്ചയെ കൊണ്ട് കളഞ്ഞ്, ആ സ്ത്രീ ദുഷ്ടയാണ്, അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ ആലോചിച്ചു, എനിക്ക് പൂച്ച ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പൂച്ചയെ കൊണ്ട് കളഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പിന്നെ പല കുട്ടികളോട് ചോദിച്ചപ്പോൾ അവർക്കൊക്കെ വലിയ ഇഷ്ടമാണ് പൂച്ച. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പൂച്ച, എലി പാവം, പൂച്ച ടോമാഞ്ചേരിയൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷെ കുട്ടികൾക്ക് അങ്ങനെയല്ല, പൂച്ചയെ വലിയ ഇഷ്ടം. അപ്പൊ ഞാൻ ഈ പാമ്പാക്കട ഒരു സ്ഥലത്താണ് ഈ പ്രകാശനത്തിന് പോയി. 2 പൂച്ചകൾ പേർഷ്യൻ ക്യാറ്റ്, നല്ല രസാ. അപ്പൊ ഈ പൂച്ചകൾ ഇങ്ങനെ പ്രകാശനം ചെയ്യണമൊക്കെ ആയിട്ട് എടുത്തു. അത് കുട്ടികൾക്ക് വലിയതായിട്ട് ഇഷ്ടമായി. ഏറ്റവും ഒടുവിൽ പ്രകാശനം നടത്തിയത് മുയലുകളാണ്. ഈ മുയലുകളുടെ കഥ എഴുതുന്നത്. ഈ പ്രകാശനത്തിലെ വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്യം അതൊന്നും ഉദ്ദേശമല്ല. നമ്മള് പല രീതിയിൽ ഞാൻ MLA കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്, മന്ത്രിമാരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷെ കുട്ടികളുടെ പുസ്തകം ചെയ്യുമ്പോൾ കുട്ടികളുമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പൊ ആനക്കുപ്പായം എന്ന് പറഞ്ഞ കവിത പ്രകാശനം ചെയ്തത് ഗുരുവായൂർ പത്മനാഭനാണ്. ഞാൻ ആനക്കൂട്ടയിൽ പോയിട്ട് വന്നു. അപ്പൊ അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള മോഹങ്ങളാണ്. ഈ എല്ലാ മനുഷ്യരും ഒരു മോഹം ഉണ്ടല്ലോ. അപ്പൊ നമുക്കൊരു ഇപ്പൊ നിങ്ങൾക്കൊരു ഗുരുവായൂർ പത്മനാഭനെ കണ്ടാൽ ചിലർക്ക് തൊഴാനായിരിക്കും തോന്നുന്നത്, ചിലർക്ക് അതിനൊന്ന് തൊട്ടു നോക്കാനായിരിക്കും, ചിലർക്ക് അതിന്റെ ഒരു ഫോട്ടോ എടുക്കാനായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓരോ മോഹങ്ങളുണ്ട്. പക്ഷെ കുട്ടികളുടെ മനസ്സുള്ളവർക്ക്, എന്നെ പറ്റി പലരും പറയും കുട്ടികളുടെ മനസ്സുള്ളവർക്ക് അത് പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ആനയെ പോയി തൊടണം തോന്നി എന്തെങ്കിലും നിവൃത്തിയുണ്ട് എന്ന് പോയി തൊട്ടിരിക്കും. അത് ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു ആനയൊക്കെ തൊടാനൊക്കെ. പിന്നീട് ഈ മോഹം വളർന്നപ്പോ പേടി വന്നു. അപ്പൊ എന്റെ കവിതകളിൽ മിക്കവാറും കഥാപാത്രം ആനകളായിരിക്കും. കഥകളിലും അതെ, ഏറ്റവും കൂടുതൽ ആനകളായിരിക്കും. അപ്പോ കാരണം ഇപ്പൊ നമ്മളിരിക്കുന്ന അമ്പലത്തിലാണ്. ഈ അമ്പലത്തിലൊക്കെ എന്റെ കുട്ടിക്കാലത്തൊക്കെ ആനകൾ വരുമ്പോ അമ്മ പറയും, ഞാൻ എന്നും നേരത്തെ എഴുന്നേക്കാൻ മടിയുള്ള ഞാൻ ആ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് ആനയെ പോയി കാണും. അപ്പോഴത്തേക്കും ആനക്കാരനെ നോക്കുമ്പോ ആന അവിടെ നിൽക്കണം. ആനക്കാരൻ നമ്മുടെ ഹീറോയാണ്, പുള്ളി അവിടെ നിൽക്കണം. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളോട് തോന്നുന്ന ഒരു ബഹുമാനം. ഈ ഒരു ആനക്കാരനോട് ഞാൻ ആദ്യം പറഞ്ഞ കണ്ടക്ടർ കുട്ടികളെ കിളി അല്ലെ, കണ്ടക്ടറൊക്കെ കൂടുതൽ ഡ്രൈവറും കിളിയാണ്. പിന്നെ ആളുകൾക്ക് ആരാധനയുള്ളതാണ് ഈ ആനക്കാരൻ, ആനയുടെ കൊമ്പൊക്കെ പിടിച്ച് നിൽക്കണേ. അപ്പൊ ഇതൊക്കെ നമ്മുടെ കഥകളിൽ വരും, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ. ഞാൻ ആദ്യമായിട്ട് എന്റെ പ്രസിദ്ധീകരിച്ച കഥ കൂടി പറയട്ടെ. ഈ അമ്പശ്ശേരിക്കാവില് 94 ഒരു ആന ഇടഞ്ഞു എന്ന് പറഞ്ഞാൽ ആന എന്തോ പ്രശ്നം ഉണ്ടായിട്ട് വട്ടം തിരിഞ്ഞു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇവിടെ ഒരു റബ്ബർ തോട്ടത്തിൽ ആനയെ കിട്ടിയേക്കായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങളുടെ ഫാമിലിയായിട്ട് പുള്ളി 6-ാം തമ്പുരാന്റെ ഫാമിലി, അവരൊക്കെ റിലേഷൻ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ അറിയിച്ചപ്പോ അവര് കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ 2 ഡോക്ടർമാരെ കൊണ്ടുവന്നു. ഒന്ന് KCS പണിക്കര്, ഡോക്ടർ കൈമള്, രാധാകൃഷ്ണ കൈമള്. 2 പേരും വന്നിട്ട് അവര് ഈ ആനയെ മയക്കുവെടി വെക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് കൃത്യമായിട്ട് കാണിച്ച് ആനയെ മയക്കുവെടി വെച്ച് ഒരു കുട്ടിയെ ഉറക്കത്തിൽ എങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു ആ രീതിയിൽ ആനയെ കാലിൽ കയറ് കെട്ടി വലിച്ച് കൊണ്ട് കെട്ടി. അതെനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഞാനത് കഥയായിട്ട് എഴുതി ഞാൻ മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തു. മാതൃഭൂമി ബാലപംക്തിയിൽ വന്നു. അപ്പൊ അതിൽ കുട്ടേട്ടൻ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ നമുക്കൊരു പ്രചോദനമാണ്. പിന്നെ മുത്തശ്ശി മരിച്ചു കഴിഞ്ഞപ്പോ മുത്തശ്ശിയെ കുറിച്ച് ഓർത്ത് ഒരു കഥ എഴുതി, മുത്തശ്ശി എന്ന് പറഞ്ഞു. അതും
വന്നു. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങളും കൃത്രിമത്വം ഉണ്ടാവില്ല. നമ്മളിപ്പോ ഒരു ഞാനിപ്പോ ഓണക്കാല അനുഭവം പറയാൻ പറഞ്ഞപ്പോ മറ്റുള്ളവരെന്നെ കളിയാക്കും, എന്നാലും കുട്ടിക്കാലത്തെ കുസൃതിയാണ്. കുട്ടിക്കാലത്തുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, തറവാട്ടിലാണ്. അപ്പൊ തറവാട്ടിൽ ഒന്നിച്ച് ഓണാകുമ്പോൾ മത്തങ്ങ, കുമ്പളങ്ങ, വെള്ളരിക്ക കൊണ്ടുവയ്ക്കും. അപ്പൊ അത് കുറെ കെട്ടിത്തൂക്കും. മത്തങ്ങയൊക്കെ 4 കെട്ടില് വയ്ക്കും. അത് കഴിഞ്ഞ് ആവശ്യമാകുമ്പോ എടുക്കുകയാണ്. അപ്പൊ ഒരു ദിവസം വല്യമ്മമാരാരോ മത്തങ്ങ എടുത്ത് നോക്കുമ്പോൾ ചീഞ്ഞിരിക്കണം. അപ്പൊ ആ പണ്ടത്തെ കാലത്ത് രാസവളമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരിക്കലും ചെയ്യില്ല, പെട്ടെന്ന് ചെയ്യില്ല. അത് കഴിഞ്ഞ് നോക്കിയപ്പോ ഒരു 6-7 മത്തങ്ങ എല്ലാം ചീഞ്ഞിരിക്കും. അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ ഇതിലൊക്കെ ഓരോ ആണി അടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പണ്ടത്തെ കാലത്ത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ ആദ്യം എന്നെ തന്നെ വിളിച്ചു, ഹരി ഞാൻ തന്നെ. അപ്പൊ ഒരാണി കിട്ടി, ഒരു കല്ല് കിട്ടി. അപ്പൊ അത് അടിക്കാനുള്ള സ്ഥലം വേണല്ലോ. ഭിത്തിയിലൊക്കെ അടിച്ച ആൾക്കാര് കണ്ടിട്ട് പെട്ടെന്ന് നോക്കി മത്തങ്ങ അടിച്ചപ്പോ നല്ല സുഖ, പെട്ടെന്ന് കയറി എല്ലാത്തിലും. അപ്പൊ അത്രയും സാധനം വേസ്റ്റ് ആക്കി. ഇന്നാണെങ്കിൽ ആൾക്കാരത് നമ്മള് സഹിക്കാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ പറഞ്ഞു. പിന്നെ മുത്തശ്ശി പ്രൊട്ടക്ട് ചെയ്യും, കുട്ടികളെ വഴക്ക് പറയരുത് അല്ലേ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എന്റെ മനസ്സില് ഒരു എഴുത്തുകാരൻ വളർന്നതിന് സഹായിച്ചിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആദ്യം ആശാങ്കളരി. ഞാൻ എപ്പോഴും തമാശക്ക് പറയും, ആനക്കാരൻ നീലാണ്ടൻ ആശാനാണ് എന്നെ അക്ഷരം എഴുതിച്ചത്. ഈ വെട്ടിക്കുഴി നീലാണ്ടൻ ആശാൻ കരയോഗത്തില് എഴുതി. ചിലപ്പോ അതുകൊണ്ടായിരിക്കും എനിക്ക് ആനക്കമ്പം ഉണ്ടായത്. അപ്പൊ ആ ഒരു മണലില് എഴുതിയാണ് ആദ്യമായിട്ട് അക്ഷരം പഠിച്ച് വന്നു. അത് കഴിഞ്ഞ് അഞ്ചൽപ്പെട്ടി സ്കൂളിലാണ്. അന്ന് പിന്നെ നഴ്സറി എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഇരിക്കും. പിന്നെ 1 മുതൽ 7 വരെ അവിടെ പഠിച്ചു. പിന്നെ എൻ്റെ അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠത്തിക്ക് മാനേജറായിട്ട് സ്കൂളുണ്ട് ഇരിങ്ങാലക്കുട, ആനന്ദപുരം എന്ന് വെച്ചാൽ. അപ്പൊ അവിടുത്തെ സ്കൂളിൽ 3 വർഷം അവിടെ പോയി താമസിച്ച് അവിടെ പഠിച്ചു. അവിടെ ആ ഒരു രീതിയിൽ വന്നു. കുറച്ചുകൂടെ ചിട്ടയൊക്കെ വരാനൊരു ഇതായി. പിന്നെ ഇവിടെ വന്നിട്ട് മണിമലക്കുന്ന് കോളേജിൽ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ TTCക്ക് പോവാണ് മട്ടാഞ്ചേരിയിലെ TDയിൽ പോയി. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി. രാമമംഗലം ഹൈസ്കൂളിലാണ് ജോലി കിട്ടിയത്. ഇപ്പോൾ 28 വർഷത്തോളമായിട്ട് അവിടെ അധ്യാപകനാണ്. അധ്യാപകൻ എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പദ്യം പഠിപ്പിക്കുമ്പോൾ നമുക്ക് അതിന് സമാനമായ ഒരു പദ്യം നമ്മൾ വായിക്കും. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇനി അതുപോലെ ഒന്ന് എഴുതിയാലോ എന്ന് തോന്നും. കഥയാണെങ്കിലും കുട്ടികൾക്ക് വേണ്ടി നമ്മൾ റിസർച്ച് നടത്തി ചെയ്യുമ്പോൾ നമുക്ക് തന്നെയാണ്. ഇപ്പൊ കൊടുക്കും തോറും ഏറിടും എന്ന് പറയും. അപ്പൊ അറിവ് പകർന്നു കൊടുക്കും തോറും നമുക്കാണ് അറിവുണ്ടാകുന്നത്, കുറഞ്ഞു പോകില്ല. അപ്പൊ എൻ്റെ ഒരു അധ്യാപകൻ എന്നാൽ എൻ്റെ സ്കൂൾ അധ്യയനം എൻ്റെ എഴുത്തുകാരനെ വളരെയധികം സഹായിച്ചു. പിന്നെ പരിചയക്കാരായ അധ്യാപകർ, എഴുത്തുകാരൻ. ഞാൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ക്യാമ്പിൽ പാലക്കാട് പങ്കെടുത്തു. ഒരുപാട് അറിയപ്പെടുന്ന എഴുത്തുകാര് അവിടെ പങ്കെടുക്കാനും ഇതുണ്ട്. അപ്പൊ അവരുടെയൊക്കെ അനുഭവങ്ങൾ വളരെയധികം സഹായിച്ചു. പിന്നെ CP പള്ളിപ്പുറം ഉൾപ്പെടെയുള്ളവരെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അവരൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു തരും. ഇപ്പൊ മുത്തലൂർ മോഹൻദാസ് സാറിനെ പറഞ്ഞു. അപ്പൊ അതിലിപ്പോ ശ്രീകുമാർ സാറ്, ഇപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ അമ്മയമ്പലം ഉണ്ണി. അപ്പൊ അങ്ങനെ അറിയപ്പെടുന്ന എഴുത്തുകാരൊക്കെ ആയിട്ട് പരിചയപ്പെടാനും ഇടപഴകാനും കഴിയും. അപ്പൊ അവര് പറയും, ഇപ്പൊ എന്താന്ന് വെച്ചാൽ ബാലസാഹിത്യത്തിൽ നെഗറ്റീവ് ഒരിക്കലും. മുമ്പാണെങ്കിൽ ഒരു സിംഹത്തിനെ ഒരു മുയല് കിണറ്റിൽ കൊണ്ടുവന്ന് ചാടിച്ചു കൊന്നു എന്നാണ് നമ്മൾ കഥയൊക്കെ പഠിക്കുന്നത്. അല്ലെ ആനയെ കുഴിയിൽ വീഴ്ച്ചു. പക്ഷെ ഇപ്പൊ അങ്ങനെയാണെങ്കിലും കൊല്ലാൻ പാടില്ല. അപ്പൊ എന്താ അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളെ കൊല്ലുക എന്നുള്ളൊരു ഇത് ഒരാശയം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുത് എന്നാണ് പറയുന്നത്. ഇപ്പോ തോൽപ്പിക്കാം, ഓടിക്കാം, പക്ഷെ കൊല്ലണ്ട എന്ന് പറയും. അപ്പൊ ആ ഒരു സംഭവം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഒരിക്കൽ ഇതുപോലെ ഒരു കവിത എഴുതി. കിളിക്കൂടൊക്കെ കാറ്റൊക്കെ വന്ന് കിളിയൊക്കെ തകർന്നു പോയി, വളരെ ട്രാജഡി ആയിട്ട്. അപ്പൊ തന്നെ എന്നോട് കുറെ പേര് വിമർശിച്ചു, അങ്ങനെ എഴുതരുത്. അതുപോലെ ഒരു ശ്രീകൃഷ്ണന്റെ കവിത, അമ്പാടി വിട്ട് മധുരയിലേക്ക് പോകുന്ന കൃഷ്ണന്റെ, അത് കവിത കേട്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരാളെ കൊണ്ട് പാടിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നോട് ഒരാൾ പറഞ്ഞു,
ഇതൊരു നെഗറ്റീവാണ്. കാരണം സങ്കടമാണല്ലോ, കരച്ചിലാണല്ലോ. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും സന്തോഷിക്കാൻ മാത്രമേ ആഗ്രഹമുള്ളൂ. ഒരു സിനിമയാണെങ്കിലും, പണ്ടാണെങ്കിൽ നമ്മള് സിനിമ കണ്ടാ കരയണം. ഇപ്പൊ അങ്ങനെയല്ല, കരയണ സിനിമ ആർക്കും വേണ്ട. ഇപ്പൊ ആവേശം പോലെ അംബാനെയൊക്കെ പോലെയുള്ള ആ ഒരു എന്താ പറയാ, ഒരു വെടിയും തീയും പോലെയുള്ള ആൾക്കാരെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഭാഷയായിട്ട് മാറ്റം. ഇപ്പൊ ഞാൻ പണ്ട് ഇപ്പൊ എന്നോട് സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പൊളിയാന്ന് പറഞ്ഞാൽ ഞാൻ കാണൂല, തല്ലിപ്പൊളി എന്നാണ്. ഇന്നത്തെ എന്റെ മകനോടോ അല്ലെ എന്റെ കൂട്ടുകാരോടോ പറഞ്ഞ പുളി എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്നാ അർത്ഥം. ഓ എങ്ങനെയാണ് പൊളിയാട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പയ്യെ പൊളിയാട്ടോ. ആദ്യം അടിപൊളിയായിരുന്നു, പിന്നെ ഇപ്പൊ പൊളി മാത്രം മതി. അപ്പൊ ഞാൻ ആലോചിച്ച PWOLY ആ പൊളിയ, മലയാളത്തിലെ പൊളിയല്ല. അപ്പൊ ഭാഷയ്ക്ക് മാറ്റം വന്നു. ഓരോ 5 വർഷം കൊണ്ട് ജനറേഷൻ മാറും. ഇപ്പൊ താങ്കളുടെ മൂത്ത കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം ആവില്ല രണ്ടാമത്തെ ആൾക്ക് ഇഷ്ടപ്പെടുന്നു. അവര് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഓരോ പണ്ടൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഓണാണെങ്കിൽ ഒരു മുണ്ട് മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഓണക്കോടി മേടിച്ചു. ഇതിപ്പോ അങ്ങനെയല്ല, ഇന്ന തീമുള്ള ഇന്ന സംഭവമുള്ള വേണം. ഇപ്പൊ സ്പൈഡർമാന്റെ ഒരു ഉടുപ്പ് മേടിച്ചു കൊടുത്താൽ ജീവിതകാലം മുഴുവൻ അത് തന്നെ ഇടുള്ളൂ കുട്ടികൾ. അങ്ങനെ ഇഷ്ടമുള്ള അവർക്ക് ഇഷ്ടപ്പെടുന്നു. പണ്ടൊക്കെ തറവാട്ടിൽ ഒരു കാർന്നവരെന്ന് പറഞ്ഞാൽ 60, 70, 90 വയസ്സായവരാണ്. ഇന്നത്തെ തറവാട്ടിലെ കാരണവർ ഒരു 5 വയസ്സുള്ള കുട്ടിയാണ്. കാരണം നിനക്ക് നാളെ സൗകര്യമാണോ, എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. മറ്റേ പണ്ട് മുത്തശ്ശന് ബുദ്ധിമുട്ടാവുമെന്ന് പറ്റില്ല, എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകണം. ശരി, അമ്മയുടെ അച്ഛന്റെ എല്ലാ പ്ലാനും മാറ്റി വെച്ചു. ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് വേണേ നിങ്ങൾ പൊക്കോ, ഞാൻ വരില്ല എന്ന് പറയും. കാരണം ഇപ്പൊ വീട്ടിലെ കാരണവര് കുട്ടിയാ, 10, 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. അവര് തീരുമാനിക്കും അച്ഛൻ എവിടെ പോകണം, അമ്മ എവിടെ പോകണം, എന്ത് വസ്ത്രം ധരിക്കണം, വീട്ടിൽ എന്ത് ഫുഡ് ഉണ്ടാക്കണം, എന്താ കഴിക്കണം. അപ്പൊ അതൊരു കണക്കിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തലമുറ അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക. അപ്പൊ നമ്മുടെയൊക്കെ തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറ എന്ന് കഴിയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന തലമുറയാണ്. പക്ഷെ അവര് തന്നെ പറയുന്നുണ്ട് തിരിച്ചു ചിലപ്പോൾ കിട്ടിക്കോളും നിർബന്ധമില്ല. പണ്ടൊരു അച്ഛൻ മകനെ വഴക്ക് പറഞ്ഞാലും വയസ്സായി കഴിയുമ്പോൾ ആ മകൻ എങ്ങനെയാലും അച്ഛനൊക്കെ നോക്കിയെന്ന് വരും. ഇപ്പോ നമ്മൾ പൊന്നുപോലെ നോക്കിയാലും തിരിച്ചു നോക്കുന്നവരുണ്ട്. പക്ഷെ ഈ പഴയ ഒരു ചൊല്ലുണ്ട്, മക്കളെ കണ്ടും മാമ്പു കണ്ടും മതിക്കരുതെന്ന്. കാരണം അവര് നോക്കും എന്ന് വിചാരിച്ച് വേണ്ട. പക്ഷെ നമ്മൾ വേറെ ആരുണ്ട്, നമ്മൾ സ്വാർത്ഥരാണ്. നമ്മുടെ എന്നുള്ള എന്റെ മകൻ എന്റെ മകൾ എന്നുള്ള സ്വാർത്ഥതയില്ല, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല ആ കൊച്ചിനെ സ്നേഹിക്കുന്നത്. പിന്നെ തിരിച്ചു കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ പണ്ടത്തെ കഥകൾ മുഴുവൻ അങ്ങനെയാണല്ലോ, ഈ അവസാനം തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പക്ഷെ ഇപ്പോഴത്തെ ഒന്നും ആൾക്കാർക്ക് ഇഷ്ടമല്ല, നൊസ്റ്റാൾജിയ പറയണത് ഇഷ്ടമല്ല. നമ്മൾ പറയും അഞ്ചപ്പെട്ടി സ്കൂളിൽ പഠിക്കുമ്പോ അതിൽ നടന്നു വന്നു, പാടത്തേക്കടെ വന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് ബസ്സിന് വന്നാൽ പോലും ഇപ്പൊ നിർബന്ധം, എല്ലാവരും നിർബന്ധിച്ചോ? ഇത് പറഞ്ഞ ഒരു ബസ്സില് കുട്ടികൾ ഭയങ്കര ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു പ്രായമുള്ള ഒരാൾ പറഞ്ഞു, നിന്റെയൊക്കെ പ്രായത്തിൽ ഞാനേ അവിടെ നിന്ന് നടന്നാ വന്നോണ്ടിരുന്നാണ്. കുട്ടി എടുത്ത വായിക്ക് പറയാ, അന്ന് ബസ് ഇല്ലാത്തതുകൊണ്ടല്ലേ നടന്നു വന്നു. അല്ല പണ്ട് 10 പൈസ ഉള്ളു ബസ്സിന്. ഇന്ന് ആരെങ്കിലും വിശ്വസിക്കോ 10 പൈസക്ക് നമുക്ക്? അപ്പൊ ആ 10 പൈസ ഏതായാലും തരും. ഒന്നുകിൽ ആ 10 പൈസക്ക് മിഠായി മേടിച്ച് തിന്നിട്ട് നടക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ കൊച്ച് 10 പൈസ മിഠായി മേടിച്ചും വേണ്ടാന്ന് വെക്കുള്ളൂ, അല്ലാതെ നടക്കൂല. ഇപ്പത്തെ കുട്ടിക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ 100 രൂപ പോക്കറ്റ് മണിയും കിട്ടും, ഈ ബസ്സില്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ച് പോരും. അല്ല അതവര് തെറ്റല്ല, അവര് ശീലിച്ചേക്കണം. അല്ലാതെ അവര് മോശക്കാരാവുന്നു ഇന്നത്തെ തലമുറ. എന്നോട് ഒരു ലേഖനം ഒരാൾ എന്നെ കാണിച്ചു തന്നു. ഒരു പുതിയ തലമുറ വഴിതെറ്റുന്നു, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളെ കുറെ കാര്യങ്ങൾ ഇംഗ്ലീഷാ. എന്നോട് ചോദിച്ചു ശരിയാണോ എന്ന് ചോദിച്ചു. അതെ. അപ്പൊ എന്നോട് ചോദിച്ചു ഇത് എന്നത്തെ ലേഖനം അറിയുമെന്ന് ചോദിച്ചു. 1845 ലേഖനം. കാരണം ഏത് കാലത്താണെങ്കിലും മുതിർന്നവർ പറയും പുതിയ തലമുറ പഴയ, അതങ്ങനെ ഉറപ്പുള്ള കാര്യം. നമ്മള് കുട്ടികൾ പറയും വയസ്സന്മാരാണ്, അവര് നമ്മുടെ വൈബില്ല. പക്ഷെ ഇപ്പൊ പുതിയ തലമുറയില് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ചില വയസ്സായ അമ്മച്ചിമാരൊക്കെ ഈ റീൽസ് ഒക്കെ ചെയ്യണതും അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റില്ല, അവരായിരിക്കും ഏറ്റവും ഡാൻസ് കളിക്കും. ചെറുപ്പക്കാരും മടിച്ചു നിൽക്കായിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ അപ്ഡേഷനാണ് ഈ കാലത്തിനനുസരിച്ച്. അപ്പൊ അത് ഈ എഴുത്തിലും വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു നമ്മളെപ്പോഴും പണ്ട് മുതലേ ആനയും കുറുക്കനും സിംഹവും കരടിയും തന്നെയാണ്. പക്ഷെ ന്യൂജനായിട്ട് വരണം. ഇപ്പൊ അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഈ കാക്ക നമ്മളെപ്പോഴും പറയും വലിയ സംഭവമായിട്ട് ഈ കാക്ക കല്ല് പെറുക്കിയിട്ടിട്ട് വെള്ളം കുടിക്കണം. അപ്പൊ ഞാൻ ഒരു ദിവസം ഒരു ക്യാമ്പില്
പങ്കെടുക്കുമ്പോൾ ഇപ്പൊ സിപ്പി പള്ളിപ്പുറമാണ് കവിതയുടെ എടുക്കണേ, അപ്പൊ കഥയുടെ ക്യാമ്പിൽ ഞാൻ എടുക്കണം, കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പൊ അപ്പുറത്ത് വേറെ സാറുണ്ട്. സംസാരിച്ച് ഞാൻ പുള്ളി പറഞ്ഞു എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു കഥ കുട്ടികളെ കൊണ്ട് എഴുതിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ഒരു മോഡല്, ഒരു കാക്ക, 2 കാക്കകൾ പറന്നു വന്നു, വെള്ളം ഇന്നത്തെ കാലത്ത് ഇപ്പൊ കുടമൊന്നുമല്ല, ചെറിയ പാത്രത്തിലൊക്കെയാണ്. ഒന്നാമത്തെ കാക്ക കുറെ കല്ലൊക്കെ പെറുക്കിയിട്ടു, രണ്ടാമത്തെ കാക്ക പതൊക്കെ പറന്നു പോയിട്ട് ഒരു ബേക്കറിയുടെ വാതൊക്കെ പോയിട്ട് ഒരു സ്ട്രോ കൊത്തിയെടുത്തോണ്ട് വന്നിട്ട്, പിന്നെ അത് പരസ്യത്തിലും പലതിലും കണ്ടിട്ടുണ്ട്. ഞാൻ എവിടുന്നോ കണ്ട സംഭവമാണ് ഞാൻ കഥയായിട്ട് എഴുതി. എന്നാൽ പോലും അതിനൊരു പുതുമയുണ്ട്. ന്യൂജൻ കാക്ക എന്നാണ് ഞാൻ ആ കഥയ്ക്ക് പേരിട്ട്. അപ്പൊ ന്യൂജൻ അങ്ങനെയാണല്ലോ, ഈ ഇത്രയും വലിയ സംഭവം ഒന്നും വരില്ല. ഇപ്പൊ ഈ മറ്റൊരു ടാങ്കിലെ വെള്ളം, ഒരു ചോദ്യമുണ്ട്, ഒരു PSC വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ചോദ്യമാണ്. ഈ ടാങ്കില് ഒരു വലിയ ടാങ്ക് നിറച്ച് വെള്ളമുണ്ട്, 2 ബക്കറ്റ് ഉണ്ട്, കുറെ കപ്പുകളുണ്ട്. ഏറ്റവും വേഗത്തിൽ ഈ ടാങ്ക് കാലിയാക്കണ ആൾക്ക് ജോലി കിട്ടുന്നു. എന്താ ചെയ്യാ? വിനോദാണ് എന്ത് ചെയ്യും? എങ്ങനെയാണ്? ബക്കറ്റും ബക്കറ്റുണ്ട്, കപ്പുണ്ട്, ടാങ്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ടാങ്കിലെ വെള്ളം ഏറ്റവും വേഗം കാലിയാക്കണം. എന്ത് വഴിയാണ്? ടാങ്ക് പൊട്ടിക്കോ? അല്ല, ടാങ്കിന്റെ അടിയിൽ ഈ ഇതുണ്ട്, വാൽവുണ്ട്, അതൊക്കെ തുറന്നു വിട്ടാൽ മതി. പക്ഷെ അത് എല്ലാവർക്കും കിട്ടില്ല. എനിക്ക് കിട്ടില്ല കേട്ടോ. ഞാൻ ബക്കറ്റിൽ നിറച്ചിട്ട് കളയുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിന്റെ ഉത്തരം അതല്ല. ആ വാൽവ് അങ്ങ് തുറന്നു വിട്ടാൽ മതി. നമുക്ക് വേണമെങ്കിൽ ടെലർ പറഞ്ഞു ടാങ്ക് മറിച്ചു കളയണമെന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, ഏറ്റവും സിമ്പിൾ ആയിട്ട്. അപ്പൊ അത് ചിന്തിക്കാനുള്ള കഴിവ് നമ്മളെക്കാൾ കൂടുതൽ പുതിയ കുട്ടികൾക്ക്. ഈ പുതിയ തലമുറയ്ക്ക് ജനറൽ നോളജ് കൂടുതലുണ്ട്, പക്ഷെ കോമൺ സെൻസ് ഉണ്ടോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്കൊരു സാധനം എറണാകുളത്ത് ബ്രോഡ്വേയിൽ ഇന്ന കടയിൽ കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നു, അവിടെ ഇല്ലെങ്കിൽ ഞാൻ അവിടെയുള്ള എല്ലാ കടകളും അന്വേഷിച്ച് എവിടെന്നെങ്കിലും വാങ്ങിച്ചിട്ട് വരും. ഇപ്പൊ ഇന്നത്തെ കുട്ടികൾ പറയും ഇന്ന കടയിൽ ചെന്ന സാധനം ഉണ്ടെങ്കിൽ മേടിച്ചോളൂ, ആ കടയിൽ ഇല്ല, അത് തുറന്നിട്ടില്ലെങ്കിൽ ഒരു സംശയമില്ല, അടുത്ത വണ്ടി കയറി തിരിച്ചു വരും. പക്ഷെ 2 തവണ പോയി കഴിയുമ്പോ ഇവന് പഠിച്ചു. കാരണം ആ കുട്ടിയുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. അത് അവനോട് പറയണ അവിടെ ഇല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് കയറണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും ഈ ഒരു ഫീഡ് ചെയ്ത കമ്പ്യൂട്ടർ പോലെ. ഞാൻ ആദ്യം ഒരു ആളോട് സംസാരിച്ചു, ഈ കമ്പ്യൂട്ടറിനെ തോൽപ്പിക്കുന്ന മനുഷ്യൻ. നമ്മൾ ചെസ് കളിക്കുകയാണ്. ചെസ് കളിക്കുക. അപ്പൊ ഞാൻ ഇയാളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ചെസ് ഫീഡ് ചെയ്ത ഗെയിം അതിൽ ലോഡ് ചെയ്ത ആളുടെ ബുദ്ധി, അതിന്റെ ഒരു 10 ഇരട്ടി ബുദ്ധി അയാൾക്ക് അതിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. അതിനേക്കാളും ബുദ്ധി കൂടുതലുണ്ടാവും വിശ്വനാഥൻ ആനന്ദനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കളിക്കാർക്ക്. അപ്പൊ അതിലും ഈ കളിക്കാരൻ ഫീഡ് ചെയ്ത് അതിലും ബുദ്ധിയുള്ള ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ, കാരണം കമ്പ്യൂട്ടറിന്റെ ബുദ്ധിക്ക് ഒരു പരിധിയുണ്ട്, മറ്റേ അങ്ങനെയല്ല, ചിന്തിക്കാനുണ്ട്. അപ്പോ നമ്മൾ വിചാരിക്കും കുട്ടികൾക്കൊന്നും അറിയില്ല. കുട്ടികൾക്ക് ഒരുപാട് കാര്യം അറിയാം. നമ്മൾ ചോദിക്കും, നമ്മൾ പറയണ പൊട്ടത്തരാണെങ്കിൽ അവർ ചോദിക്കും. ചില കുട്ടികൾ ചോദിക്കും ഇപ്പൊ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ, അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ്, നമ്മളെല്ലാ കഥയിലും കുറുക്കനെ ഇര പിടിക്കുമ്പോൾ നമ്മൾ ആ കുറുക്കന്റെ ഇരയെ നമ്മൾ രക്ഷിക്കാനാണ്. അപ്പൊ ഞാനൊക്കെ ചില കഥ എഴുതുമ്പോ എല്ലാ കുറുക്കനും പട്ടിണിയാ. അങ്ങനെ എന്ത് വന്നാലും ഞാൻ ആ ഇരയെ രക്ഷിക്കും, പുലിയുടെ ആണെങ്കിലും. അത് ജീവിക്കണ്ടേ. പക്ഷെ പ്രകൃതി പറയണ അങ്ങനെയല്ലോ, കുറുക്കന്റെ ഇരയായിട്ടാണ് കോഴിയും മുയലിനെയും ഒക്കെ സൃഷ്ടിച്ചത്. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ ഞാൻ അങ്ങനെ കഥ എഴുതി. കാരണം ഈ ജനസംഖ്യ വർദ്ധിക്കുന്ന പോലെ തന്നെ മൃഗങ്ങളുടെ സംഖ്യ, ഈ വനസംഖ്യ പെരുക, മാനുകൾ മാത്രം കൂടി കഴിഞ്ഞാൽ ബാക്കിയൊന്നുമില്ല. ഇപ്പൊ തന്നെ സംഭവിക്കണല്ലോ, നമുക്കറിയാലോ, കാട് വിട്ട് മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് വരുന്നു. പിന്നെ ആനുകാലികമായ കഥകൾ എഴുതാൻ ഇപ്പൊ അരിക്കൊമ്പന്റെ കഥ ഞാൻ എഴുതി. അരിക്കൊമ്പൻ ആദ്യം കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതി. അപ്പൊ എന്നോട് പറഞ്ഞു ഗൗരവമായിട്ട് എഴുതി. ശരിക്കും അരിക്കൊമ്പന്റെ കഥയായിട്ട്, ഈ അരിക്കൊമ്പൻ എന്നുള്ള മുഴുവൻ കഥ അങ്ങനെ എവിടെയൊന്നല്ല, ഒരു കാട്ടിൽ കിടക്കണ ആനെ മയക്കോടി വെച്ച് കയറ്റിക്കൊണ്ട് പോകും. മറ്റു മൃഗങ്ങൾ വന്ന് വളരെ സങ്കടത്തോടെ അത് കാണുന്നു. പിന്നെ ആ ആന വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ അതിന്റെ വിചാരങ്ങളും ചിന്തകളും. അപ്പൊ നമുക്ക് ആ ആനയുടെ മനസ്സിൽ കയറിയെന്ന് ചിന്തിച്ചാലേ അത് കിട്ടുള്ളൂ. നമുക്കതൊക്കെ രസമാണ്. അപ്പൊ നമ്മൾ സർക്കസ് കാണുമ്പോ ആ തീക്കട സിംഹം കാണുമ്പോൾ നമുക്ക് കാണുമ്പോ രസമാണ്. സിംഹത്തിന് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പൊള്ളു. അപ്പൊ അത് തന്നെയാണ് നമ്മൾ കുട്ടികളെ വളർത്തുന്നത്. നമ്മളൊരു ടാർഗറ്റ് ഇടാണ്, എന്റെ മോൻ ഇത്ര മാർക്ക് കിട്ടണം, ഇത്ര പരീക്ഷയ്ക്ക് ജയിക്കണം, അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് ഇത്ര ഇന്ന എക്സസൈസ് ചെയ്യണം, ഗ്രൗണ്ടിൽ പോയിട്ട് ഇത്ര കളിക്കണം. ആ കുട്ടിക്ക് താല്പര്യമുണ്ടോ, അതിന് കഴിവുണ്ടോ, ഇതൊന്നും ചിന്തിക്കുക.
പക്ഷെ ഇപ്പൊ പുതിയ ഇത് പറയണ വിദ്യാഭ്യാസ വകുപ്പ് പറയണ അധ്യാപകർ പറയും വീട്ടില് അച്ഛനും അമ്മയും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് എന്താ പണി? അതല്ല, ശ്രദ്ധിച്ചാൽ മതി, അല്ലാണ്ട് അവരെ പഠിപ്പിക്കാനല്ല പറഞ്ഞു. ഒരു കൊച്ചവിടെ ഇരുന്ന് പുസ്തകം വായിച്ചാൽ അത് പഠിക്കും. കുട്ടി വായിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അവൻ പഠിക്കണ്ടോ എന്ന് നോക്കിയാൽ മതി. മറ്റേ അവൻ അമ്മ അച്ഛനും ഇരുന്ന് പഠിപ്പിക്കാനാണെങ്കിൽ പിന്നെ സ്കൂളിലേക്ക് വിടേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ കുട്ടി ഫോണില് ഇപ്പൊ ഞങ്ങൾ ആദ്യമൊക്കെ ഓൺലൈൻ ക്ലാസ്സൊക്കെ വന്നപ്പോ ഒരു വിരോധാഭാസമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 2020 വരെ ഫോൺ കൊണ്ടുവന്നത് തെറ്റാണ്. 20 എല്ലാ അധ്യാപകരും കുട്ടികൾക്ക് ഫോൺ വാങ്ങിക്കൊടുത്തു പഠിക്കണം എന്ന് പറഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ആ ഫോൺ തിരിച്ചു മേടിക്കേണ്ട അവസ്ഥയായി. കാരണം ഇപ്പോ ഫോൺ കേടുവന്നാൽ നന്നാക്കണമെങ്കിൽ കുട്ടിക്ക് അറിയുള്ളൂ, അച്ഛനും അമ്മയ്ക്കും അറിയില്ല. എന്തെങ്കിലും മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കുട്ടിയാണ് നോക്കണേ. കൊച്ചിനെ കുറിച്ചൊരു കംപ്ലൈന്റ് നമ്മൾ ആ വാട്സാപ്പിൽ അയച്ചു കൊടുത്താൽ ആദ്യം വായിക്കണത് ഈ കുട്ടിയായിരിക്കും, കാണില്ല. കാരണം ഇവന്റെ കയ്യിലായിരിക്കും ഫോൺ, അല്ലെങ്കിൽ ഇവളുടെ കയ്യിലായിരിക്കും ഫോൺ. പിന്നെ വിളിച്ചു പറയാൻ മാത്രമേ രക്ഷയുള്ളൂ. വിളിച്ചു പറയുമ്പോഴും പലപ്പോഴും ആദ്യം എടുക്കണേ ഞാനാ സാറേ എന്നാ പറയണേ എന്ന് പറയും. കാരണം അവരുടെ കയ്യിലാണ് എപ്പോഴും ഫോൺ. പക്ഷെ ഒരുപാട് ഗുണമുണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ സെക്കൻഡ് കൊണ്ട് അറിയാം. ഒരു വാക്കിന്റെ അർത്ഥം മലയാളം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് അത് കറക്റ്റ് ആണോ പിന്നെ നമുക്ക് നോക്കേണ്ടി വരും. വിക്കിപീഡിയയിൽ എവിടെയെങ്കിലും നിഘണ്ടുവായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല് വേണം, പുസ്തകത്തിന്റെ ആവശ്യമില്ല. പുസ്തകം ധാരാളം ഇറങ്ങുന്നുണ്ട്, പക്ഷെ വായിക്കണുണ്ടോന്ന് ചോദിച്ചാൽ അറിയില്ല. എളുപ്പമാണ്.